തിരുവല്ലയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശിയായ മനോജാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, ഇവർ ബന്ധുക്കളാണ്, പരിചയക്കാരാണ്, അയൽവാസികളാണ്. എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ച പ്രകോപനം? ശ്രീജ, ഇന്നലെ രാത്രിയിലാണ് ഇത്ര ഒരു കൊലപാതകം നടക്കുന്നത്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി 34 വയസ്സുള്ള മനോജാണ് മരിച്ചത്. അയൽവാസിയും ബന്ധുവുമായ രാജനാണ് ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇരുവരും ബന്ധുക്കളും ഒപ്പം പരിചയമുള്ളവരൊക്കെയാണ്. പക്ഷേ ഇതിന് കാരണമായി പോലീസ് പറയുന്നത് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണം, അതായത് രാജൻ അനുവദിച്ച പണം മനോജിന്റെ മകൻ കൈക്കലാക്കി, അതായത് തട്ടിയെടുത്തു എന്നുള്ള ഒരു വിരോധമാണ്, മുൻ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് തിരുവല്ല പോലീസ് പറയുന്നത്. എന്തായാലും നേരത്തെയും ഇത് സംബന്ധിച്ച് പല തർക്കങ്ങളും തമ്മിൽ അയൽവാസികളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു പറഞ്ഞു. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ വാക്കേറ്റം ഉണ്ടായി, പിന്നീട് ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി. പിന്നീടാണ് മനോജിനെ അയൽവാസിയും ബന്ധുവുമായ രാജൻ കുത്തിക്കൊലപ്പെടുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഉണ്ടായ പ്രകോപനമാണ് പത്തനംതിട്ടയിൽ യുവാവ് കുത്തേറ്റ് മരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. തിരുവല്ല ഓതറ സ്വദേശി മനോജാണ് മരിച്ചത്.